വെൽക്കം ബാക്ക് ടു ലേണിനോ. ബിടെക് കഴിഞ്ഞ് ഒരു ജോലി എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അല്ലെ. ഹയർ സ്റ്റഡീസിന് പോകുന്നവരും സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പിലേക്ക് പോകുന്നവരും ഒക്കെ ആണെങ്കിലും ബിടെക് കഴിഞ്ഞ ഉടനെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു സ്വപ്നമായിരിക്കും. ഒരു പക്ഷെ അതിനുശേഷം മറ്റേതെങ്കിലും ഫീൽഡിലേക്ക് പോകണം എന്നുള്ളതായിരിക്കും. അപ്പോ ക്യാമ്പസ് പ്ലേസ്മെന്റുകളെ കുറിച്ച് അറിയുക എന്നുള്ളത് ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി ഈ വർഷം ബിടെക്കിന് ചേരാൻ പോകുന്നവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് രണ്ട് തരത്തിലാണ്: ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റും ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റും. അതായത് ക്യാമ്പസിൽ നേരിട്ട് കമ്പനികൾ വന്ന് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഓൺ ക്യാമ്പസ് ഡ്രൈവ് അല്ലെങ്കിൽ ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റ്. ഇനി നമുക്ക് അങ്ങനെ കോളേജിൽ നിന്ന് നമ്മൾ പ്ലേസ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ക്യാമ്പസ് ഡ്രൈവ്സ് നടത്തുന്ന സമയത്ത് നമുക്ക് പോയി അത് അറ്റൻഡ് ചെയ്ത് നമുക്ക് കമ്പനികളിൽ കയറാനുള്ള സാധ്യതകളും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ക്യാമ്പസിൽ നിന്ന് തന്നെ പ്ലേസ്ഡ് ആവാതെ പുറത്ത് ഓഫ് ക്യാമ്പസ് ഡ്രൈവ്സിൽ പോയി നല്ല കമ്പനീസിൽ ജോലി ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതില് ഓൺ ക്യാമ്പസ് ഡ്രൈവ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കോളേജുകളിൽ വന്നുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ കയ്യിൽ ഒരു ജോലി എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീം തന്നെയായിരിക്കും. അപ്പൊ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാമ്പസിൽ വന്നിട്ട് പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ കമ്പനീസ് കുറേയധികം കൺസ്ട്രെയിൻസ് പറയും. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് റെക്കോർഡ്സ് തന്നെയാണ്. സപ്ലിമെന്ററി നമുക്ക് പേപ്പേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പല കമ്പനീസും അവരുടെ ആ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവിലേക്ക് പോലും കുട്ടികളെ അലോ ചെയ്യില്ല. എന്നാൽ വളരെ ലിബറൽ ആയിട്ട് ഒന്നോ രണ്ടോ പേപ്പേഴ്സ് ഉണ്ടെങ്കിലും അവര് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ക്ലിയർ ചെയ്താൽ മതി എന്ന് പറയുന്ന കമ്പനീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഓരോ വർഷവും വരുന്ന കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ ഭാഗം സേഫ് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു തേർഡ് ഇയർ അല്ലെങ്കിൽ ഫോർത്ത് ഇയറിലൊക്കെയാണ് ഈ പറഞ്ഞ പ്ലേസ്മെന്റ്സ് വരുന്നത്. അപ്പൊ ആ സമയം ആവുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഏതെങ്കിലും പേപ്പേഴ്സ് നമുക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ സപ്ലിമെന്ററി എക്സാംസ് എഴുതിയിട്ട് അത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യം. ഓക്കെ, ഇപ്പൊ ഒരുപാട് ബാക്ക് പേപ്പേഴ്സ് ഉണ്ട്, ഒരുപാട് നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഓവർലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ല കമ്പനീസ് വരുമ്പോൾ നമുക്ക് ഇന്റർവ്യൂ പോലും അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കാം. ഇനി എന്തൊക്കെയായിരിക്കും ഈ പ്ലേസ്മെന്റ് ഡ്രൈവിൽ അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കമ്പനീസ് നടത്തുന്ന ടെസ്റ്റ്? എന്തായാലും ഇതൊരു കുട്ടികളെ കൃത്യമായിട്ട് ഒരു ഫ്രം എ ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്ത് ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ഗ്രൂപ്പ് എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണല്ലോ. അപ്പൊ അതിൽ എന്തൊക്കെയായിരിക്കും ആ പ്രൊസീജിയേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേസ്മെന്റിന് ഒരുങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അത് മാത്രമായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് വേറൊരു വീഡിയോയിൽ പറയാം. കാരണം അതിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സോ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലേസ്മെന്റ് സെഷനിൽ മിക്കവാറും കമ്പനീസ് ഒരു 3 to 4 റൗണ്ട്സ് ആണ് സാധാരണ ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഒരു റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ റിട്ടൺ ടെസ്റ്റില് ഓരോ കമ്പനീസിനും അവരുടേതായിട്ടുള്ള പാറ്റേൺ ഉണ്ടാവും, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഡ്യൂറേഷൻസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ജനറൽ ആയിട്ട് നമുക്ക് പറയാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടാവും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റീസണിങ് അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നെക്സ്റ്റ് വെർബൽ എബിലിറ്റി, ഇംഗ്ലീഷ് ആണ്. ദെൻ സ്യൂഡോ കോഡ്. അത് എല്ലാ കമ്പനീസിലും ഉണ്ടാവണം എന്നില്ല, പക്ഷെ എന്നാലും പല മേജർ IT കമ്പനീസും സ്യൂഡോ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിംഗ് ആണ്. അത് സിയിലോ C++ലോ ഡാറ്റാ സ്ട്രക്ചറിലോ ഒക്കെ ചിലപ്പോൾ ഒരു പ്രോഗ്രാം എഴുതാൻ പറയുന്ന രീതിയിലായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോഡ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നോ അല്ലെങ്കിൽ കോഡിൽ എന്താണ് എറർ വരുന്നതോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ വരുന്നത്. നെക്സ്റ്റ് പസിൽ സോൾവിങ് സെക്ഷൻ ആണ്. ഇതും നമ്മളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയും പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ റിട്ടൺ ടെസ്റ്റിൽ വരാം. ചിലതിൽ ഇതെല്ലാം ഉണ്ടാവും, ചിലതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും വെർബൽ എബിലിറ്റിയും മാത്രം വരുന്നതും ഉണ്ടാവും. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 5 സെഷനും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ
ബേസിക് ആയിട്ട് മാത്സിൽ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്പേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പൊ HCF, LCM, ടൈം, ഡിസ്റ്റൻസ്, പ്രോഫിറ്റ്, ലോസ്, ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെ നമ്മൾ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ വരിക. ലോജിക്കൽ റീസണിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സിലോജിസം, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, അങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ വരിക. വെർബൽ എബിലിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് ഗ്രാമർ കാര്യങ്ങളൊക്കെ അറിയാം. ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസോ എറേഴ്സ് സ്പോട്ട് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സ്യൂഡോകോഡ് പ്രോഗ്രാമിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇത് എപ്പോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമുക്കിപ്പോ തേർഡ് ഇയറിലാണ് അല്ലെങ്കിൽ ഒരു 6th സെമിസ്റ്ററിലാണ് പ്ലേസ്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ 7th സെമിസ്റ്ററിലാണ് വരുന്നത്, ഇന്ന് അപ്പൊ പഠിക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത്. നമുക്ക് കൃത്യമായി ഒരു പാറ്റേണിൽ നമ്മൾ തുടക്കം മുതലേ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് സമയമൊന്നും ചെലവാക്കണ്ട. ദിവസം ഒരു ഹാഫ് ആൻ അവർ ഇതിന് പുറത്ത് ഇരുന്നാൽ മതി. കാരണം ഇന്ന് കോമ്പറ്റീഷന്റെ ഒരു വേൾഡ് ആണ് അല്ലെ. ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പണ്ടത്തെയൊക്കെ അപേക്ഷിച്ച് ഇന്ന് നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു കോച്ചിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സെന്ററിൽ പോകണം, അത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ പഠിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഇതെല്ലാം കൂടെ ഒന്നും നടക്കില്ല. പക്ഷെ ഇന്ന് അതല്ല, ഒരുപാട് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇയർ മുതൽ, ഇനി ഫസ്റ്റ് ഇയർ ഇല്ലെങ്കിലും സെക്കൻഡ് ഇയർ മുതലെങ്കിലും, സെക്കൻഡ് ഇയർ കഴിയാറാവുമ്പോഴെങ്കിലും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറുന്നുണ്ട്. അതേപോലെ തന്നെ അത് ചിലപ്പോൾ വളരെയധികം ഹാർഡ് ആയിരിക്കും. അപ്പൊ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനും ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതൊക്കെ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ കൃത്യമായി പാറ്റേണിൽ അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ സെഷൻ. അപ്പൊ റിട്ടൺ ടെസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുന്നവരെ ആയിരിക്കും അടുത്ത ഇന്റർവ്യൂ സെഷനിലേക്ക് പോകുന്നത്. ഇന്റർവ്യൂവിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ സെഷൻ ഉണ്ടാവും, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ടെക്നിക്കൽ റൗണ്ട് ഉണ്ടാവും, HR റൗണ്ട് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ ടെക്നിക്കലും HR കൂടെ ഒരുമിച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ റൗണ്ട് ഇല്ലാതെ HR ഇന്റർവ്യൂ മാത്രം നടത്തുന്ന കമ്പനീസും ഉണ്ട്. ഇതിനുശേഷം വീണ്ടും ചിലപ്പോൾ ഒരു എലിമിനേഷൻ പ്രോസസ് എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഡിസ്കഷനും വെക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ ഇന്റർപേഴ്സണൽ സ്കില്ല്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി ഈ പറഞ്ഞ റൗണ്ടുകളൊക്കെ തന്നെ. അപ്പൊ അതിനും നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവുന്നത്. അപ്പൊ പറയുമ്പോൾ ഇത് വളരെ എളുപ്പമാണെങ്കിലും ഇതിലെ ഓരോ സ്റ്റേജും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ജോബിലേക്ക് എത്തുക. കാര്യം ക്യാമ്പസ് പ്ലേസ്മെന്റ് നമ്മൾ കമ്പനി നമ്മുടെ കോളേജിൽ വന്ന് നമ്മൾ സെലക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അത്രത്തോളം ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലെ. അപ്പോ ഈ സെഷൻസ് ഒക്കെ തന്നെ നമ്മൾ വളരെയധികം പ്രിപ്പയർഡ് ആണെങ്കിലേ ഈ ഒരു പ്രൊസീജിയർ ഈസി ആയിരിക്കുള്ളൂ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അസിസ്റ്റൻസ് വേണ്ടി വരും. സോ ലേണിനോൽ അതിന്റെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കൂടെ പറയാം. നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇത് റെക്കോർഡഡ് സെഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 1 year വാലിഡിറ്റിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെഷൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, സ്യൂഡോ കോഡ്, പസിൽ സോൾവിങ്, വെർബൽ എബിലിറ്റി, ഇതിന്റെയൊക്കെ ലെക്ചേഴ്സ്, റെക്കോർഡഡ് വീഡിയോസ്, അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ ടെസ്റ്റ് സീരീസ്, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ ഇന്ന് മിക്കവാറും കമ്പനീസ് ഒക്കെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് ഈ പറഞ്ഞ പ്ലേസ്മെന്റ് ഡ്രൈവ് ഒക്കെ നടത്തുന്നത്, ഓഫ്ലൈൻ ആയിട്ട് നടത്തുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് ആ എക്സാം വരുന്നത് എന്നുള്ളത് അറിയാൻ, ടൈം മാനേജ് ചെയ്യാനൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്യൂം പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെയൊക്കെ വീഡിയോസും ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ തേർഡ് ഇയറിലേക്കൊക്കെ എൻ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വർഷം പ്ലേസ്മെന്റ് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇനി പാസ് ഔട്ട് ആയവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന് ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏത് എക്സാമിന് പോവുകയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഒക്കെ നിങ്ങൾക്ക് അവിടെയും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ തന്നെയാണ് പല എക്സാംസിന് ചോദിക്കുക, പക്ഷെ അതിന്റെ രീതികൾ മാറും, അല്ലെങ്കിൽ അതിന്റെ ഹാർഡ്നെസ് മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ബേസിക് ആയിട്ട് എല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പല പരീക്ഷകൾക്കും
ചോദിച്ചിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും റീസണിങ്ങും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒരു കമ്പനിയിലല്ല എന്നുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും പബ്ലിക് സെക്ടർ ജോബിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.